ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് DIY ആയിട്ട് വിൻറ്റേജ് ജേർണൽ സപ്ലൈസ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. ഏറ്റവും അവസാനം ജേർണലിങ്ങും ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ആദ്യം തന്നെ നമുക്ക് പാറ്റേൺ പേപ്പർ ഉണ്ടാക്കാം. 2-3 തരത്തിൽ നമ്മളിതിൽ പാറ്റേൺ പേപ്പർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഞാനിങ്ങനെ ഒരു ഇംഗ്ലീഷ് നോവലിൻ്റെ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് യൂസ് ചെയ്യാത്ത ബുക്കാണ്, നമ്മൾ വായിക്കാറില്ല, അതുകൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് പേപ്പർ ഉണ്ടല്ലോ, പഴയ ബുക്കിൻ്റെ നമുക്ക് ആവശ്യമില്ലാത്തത്, അത് മാത്രം ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ലെറ്റേഴ്സ് വരുന്ന ആ ഭാഗം മാത്രം മതി. ഞാനിങ്ങനെ 4 പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആക്രിലിക് പെയിൻ്റ് എടുക്കാം. പെയിൻറ്റ് അങ്ങനെ തന്നെ ആവശ്യമില്ല, കുറച്ച് വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കോൺസെൻട്രേഷൻ വേണോ അത്രയും നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്യാം. ഇത് ആക്ച്വലി ഒരു കൈക്കണക്കിന് ചെയ്താൽ മതി, കാര്യം നമുക്ക് വരുന്നത് പോലെ അത് നല്ല ഭംഗിയായിട്ട് കിട്ടിക്കോളും. സോ നന്നായിട്ട് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഞാനിതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 പേപ്പറിലും ചെയ്തെടുത്തപ്പോൾ 2 കളറാണ് കിട്ടിയത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇത് നന്നായിട്ട് ഡ്രൈ ആവണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ടീ ഡൈയിങ് നമ്മൾ ജേർണലിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ ചെയ്തെടുത്താലും മതി. ഇനി അടുത്തതായിട്ട് ഞാൻ ബ്രൗൺ കളർ ഇങ്ങനെ ഒരു സ്ട്രോയുടെ ടിപ്പിലാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വേറൊരു ക്രാഫ്റ്റിന് വേണ്ടി എടുത്ത സ്ട്രോ ആണ്. അപ്പോൾ അതിങ്ങനെ ബാക്കി വന്നപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ് കേട്ടോ. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കുപ്പിയുടെ അടപ്പുണ്ടല്ലോ, ഏത് സൈസിൽ വേണമുള്ള കുപ്പിയുടെ അടപ്പും യൂസ് ചെയ്യാം. ഇനി ഞാൻ ഗ്രിഡ് ലൈൻസ് ആണ് ചെയ്യുന്നത്. ബ്രൗൺ കളർ ഗ്രിഡ് ലൈൻസ് വരുന്നത്. വിൻറ്റേജ് തീമായതുകൊണ്ടാണ് ഈ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ കൊടുക്കുന്നത്. ഈ ബ്രൗൺ കളറിന് പകരമായിട്ട് നിങ്ങൾക്ക് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ വാങ്ങിക്കാനൊന്നും നിൽക്കേണ്ട, പറ്റുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ വാട്ടർ കളറിൽ വരുന്നത് എടുക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെൻസിലുണ്ടല്ലോ, ബ്രൗൺ പെൻസിലുണ്ട്, ബ്രൗൺ സ്കെച്ച് പെൻ ഉണ്ട്. ഇതൊക്കെ കളർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബേസിക് ആയിട്ടുള്ള എല്ലാ സ്കെച്ചിലും കളർ പെൻസിലും കിട്ടുന്നതാണ് നമ്മുടെ ബ്രൗൺ കളർ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ചെറിയൊരു ലൈറ്റ് ഡിഫറൻസിലുള്ള ഒരു കളറാക്കാനായിട്ട്. അത് ഡ്രൈ ആയിട്ടുണ്ട്. സോ അതിനെ ഞാനിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്രഷ് പേപ്പർ റെഡി ആയിട്ടുണ്ട്, പാറ്റേൺ പേപ്പർ, ഗ്രിഡ് ലൈൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. സോ നമ്മുടെ പാറ്റേൺ പേപ്പർ മേക്കിംഗ് ഇവിടെ ഡൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ വീഡിയോ. സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. കോയിൻ സ്റ്റിക്കർ ആണ് ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത്. നല്ല പൂക്കളൊക്കെ വരുന്ന 1 രൂപയുടെ കോയിനാണ് ഞാൻ എടുത്തത്. എന്നിട്ട് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെയ്യൂലേ, ഇങ്ങനെ കോയിൻ വെച്ചിട്ട് നമ്മൾ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ചൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒരു സംഭവം കിട്ടും, അത് നല്ല രസമായിരുന്നു. പല പല കോയിൻസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമായിരുന്നു, കാണാൻ നല്ല ഭംഗിയായിരിക്കും. സോ അതേ സെയിം കാര്യം ഞാൻ ഇവിടെ 1 രൂപയുടെ കോയിൻ വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യാണ്. പല കളർ പെൻസിൽസാണ് യൂസ് ചെയ്യുന്നത്. ഈവൻ വിൻറ്റേജ് തീം ആണെങ്കിലും എല്ലാം നമ്മൾ ബ്രൗൺ ആക്കണ്ട, കുറച്ച് കളറൊക്കെ ഇരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കോയിൻ സ്റ്റിക്കേഴ്സ് ആക്കി. ഇത് സ്റ്റിക്കർ ആക്കുന്നില്ല കേട്ടോ, കാര്യം എന്താ വെച്ചാൽ നമുക്ക് എടുക്കുന്ന സമയത്ത് കട്ട് ചെയ്ത് ഒട്ടിക്കാം എന്നാണ് കരുതുന്നത്. സ്റ്റിക്കർ ആക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് അതുപോലെ ചെയ്തെടുത്താൽ മതി. കാര്യം ഇപ്പം എല്ലാം സ്റ്റിക്കറാക്കി വെക്കേണ്ട കാര്യമില്ല എന്ന് തോന്നിയിട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്ത് തന്നെ ഒട്ടിക്കുമ്പോൾ പശ തേച്ചിട്ട് ഒട്ടിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത സ്റ്റിക്കറിന് വേണ്ടിയിട്ട് ഇതുപോലെ അമീബ, ഷേപ്പ്ലെസ് ആയിട്ടുള്ള അമീബ നമ്മൾ വരയ്ക്കില്ലേ പല പല ഷേപ്പിൽ, അതുപോലെ ഇങ്ങനെ കളർ പെൻസിൽ വെച്ച് കളർ ചെയ്തിട്ട് ഓരോരോ പാറ്റേൺ അകത്ത് ബ്ലാക്ക് കളർ വെച്ച് വരച്ചു കൊടുക്കുകയാണ്. ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സ്റ്റാമ്പ് ഐഡിയയാണ്. പിൻട്രസ്റ്റ് നോക്കിയാൽ ഒരുപാട് ഉണ്ടാവും. ഇൻ കേസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ലാണെങ്കിൽ ഇത് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. നല്ല ക്യൂട്ട് ആൻഡ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്റ്റിക്കറാണ്. വിൻറ്റേജ് തീമിന് മാത്രമല്ല എല്ലാ തീമിനും പോകുന്ന ഒരു എസ്തെറ്റിക് തീമിന് വരെ പോകുന്ന ഒരു സ്റ്റിക്കർ ഐഡിയ ആണ്. അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും, ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ മുകളിൽ ഹെഡിങ് ഒക്കെ എഴുതി ബബിളിനുള്ളിലൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. കാര്യം നമുക്ക് എപ്പോഴും കാണാനൊരു ഭംഗി, അത് മസ്റ്റാണല്ലോ. എനിവേ നമുക്ക് ഇതും വേണമെങ്കിൽ സ്റ്റിക്കറാക്കി വെക്കാം, പക്ഷേ ഞാൻ ഇങ്ങനെ തന്നെ വെക്കുന്നു, നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഞാൻ മുന്നൊരു ജേർണലിൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഒരു 3D ബട്ടർഫ്ലൈ. വേറെ ഒന്നുമല്ല, ഒരു കുഞ്ഞു ബട്ടർഫ്ലൈ കട്ട് ചെയ്തെടുക്കുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രം പശ തേച്ച് കൊടുക്കും കേട്ടോ. അതിങ്ങനെ മടക്കിയും കൂടെ കൊടുക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിൽ ഞാൻ ഗ്ലൂ തേച്ചിട്ട് കംപ്ലീറ്റ്ലി ഡ്രൈ ആവാനായിട്ട് വെക്കും. അതിനുശേഷം ചുമ്മാ ഈ പേപ്പറിലൊന്ന് എടുത്ത് ചെറുതായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി ഒട്ടിക്കുന്ന സമയത്ത് നമുക്കിതിലൊന്ന് ജസ്റ്റ് വെള്ളം തൊട്ടിട്ട് ആക്ടിവേറ്റ് ചെയ്താൽ നമുക്കിത് കറക്റ്റായിട്ട് ഒട്ടിക്കാനായിട്ട് പറ്റും. സോ നമ്മൾ ആ സമയത്ത് പശ തേക്കണമെന്നില്ല. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഏത് സ്റ്റിക്കറിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഏറ്റവും അവസാനം കാണിച്ചു തരാം കേട്ടോ അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇനി നമുക്ക് ഫിലിം സ്ട്രിപ്പ് ചെയ്യാം. ഫിലിം സ്ട്രിപ്പ് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ഒരു സ്കെയിൽ വെച്ച് 2 അറ്റത്തും വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സൈഡിൽ ഇതുപോലെ ബ്ലാക്ക് കളറും കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് കുറച്ചൊന്ന് വലുതായിപ്പോയി, അത് കുഴപ്പമില്ല, സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത ഫ്രെയിം ഉണ്ടാക്കാം. ഒരു ഫ്രെയിമാണ് ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ടാണ് ഈ ഒരു ജേർണൽ ഫുള്ളായിട്ട് ഞാൻ തീർത്തിട്ടുള്ളത്. കാര്യം കഴിഞ്ഞ നമ്മുടെ ജേർണൽ ഉണ്ടാക്കുന്ന വീഡിയോ തന്നെ ലോങ് വീഡിയോ ആയിരുന്നു. സോ ഇറ്റ് വാസ് കോംപ്ലിക്കേറ്റഡ്. അതുകൊണ്ട് ഇത്തവണ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാം. 4 വര വരച്ചു, മുകളിലൊരു ഗോപുരം വരച്ചു, പിന്നെ നമ്മൾ അകത്തുള്ള ഭാഗം കട്ട് ചെയ്തെടുത്തു. അങ്ങനെ
പാറ്റേൺ പേപ്പർ ഈസ് റെഡി, ഫ്രെയിം ഈസ് റെഡി, സ്റ്റിക്കർ ഈസ് റെഡി. പിന്നെ നമ്മുടെ വിൻറ്റേജ് ജേർണൽ ഓൾറെഡി നമ്മൾ ചെയ്തത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ബട്ടർഫ്ലൈ. ഇത് നമുക്ക് എടുക്കുന്ന സമയത്ത് വെള്ളം നനച്ചിട്ട് തൊട്ട് കൊടുത്താൽ മതി. പിന്നെ സ്റ്റാമ്പ്, ഇത് ഞാൻ ചെയ്തതിൻ്റെ വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് സ്റ്റാമ്പ് ചെയ്യുന്ന വീഡിയോ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങൾ കണ്ടാൽ അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് കോയിൻ സ്റ്റിക്കർ ഓൾസോ അതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ വാഷി ടേപ്പിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയും ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ബ്ലാക്ക് പേപ്പറും മറ്റേ നമ്മുടെ പാറ്റേൺ പേപ്പർ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കി വന്നില്ലേ ബോർഡർ ബാക്കി വന്നത്, അതിലിങ്ങനെ ബ്ലാക്ക് കളർ പെൻ വെച്ചിട്ട് ലൈൻസ് ഗ്രിഡ് ലൈൻസ് കൊടുത്തതാണ്. ബ്ലാക്ക് പേപ്പറിൽ കൊടുത്തിരിക്കുന്നത് പെൻസിൽ വെച്ചാണ് ഗ്രിഡ് ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സിമ്പിളാണ്, നിങ്ങൾ ബാക്കി വീഡിയോ കണ്ടു നോക്കൂ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. റിലേറ്റഡ് വീഡിയോസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിലിമും പിന്നെ നമ്മുടെ ഫ്രെയിമും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടോട്ടൽ വിൻറ്റേജ് ജേർണൽ സപ്ലൈസ്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റിക്കേഴ്സ്, ഈ സ്റ്റിക്കർ ഞാൻ എടുത്ത് കാണിക്കാനായിട്ട് പറ്റില്ലല്ലോ, നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇത് താഴെ വീണ് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണ്. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് ജേർണൽ ചെയ്യുന്നതെന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾ ഇത്രയും നേരം കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാതെ പോരുത്, എന്നാലേ എനിക്കറിയാൻ പറ്റുള്ളൂ നിങ്ങൾ ഇത്രയും നേരം കണ്ടു എന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പം